Hello, welcome to Market Discussion of the Day. Today, June 12th, 2025, Thursday ആണ്. ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് ഫുള്ളി ടെക്നിക്കലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേയായിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ പുതിയൊരു ക്ലാസ്, പുതിയ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നമ്മളുടെ പെയ്ഡ് കോഴ്സ് ജൂലൈ 1 മുതൽ തുടങ്ങുന്ന ഒരു പെയ്ഡ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനും എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നമ്മൾ അടുത്ത ആഴ്ചത്തെ ക്രാഷ് കോഴ്സ് രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടും സെയിം കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ആ ഒരു സമയത്ത് 4 ദിവസം, അടുത്ത വെള്ളിയാഴ്ച വരെ ആയിരിക്കും ഈ ക്രാഷ് കോഴ്സ് ഉണ്ടാവുക. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുക എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ പല ആൾക്കാരും വീഡിയോ മൊത്തം കാണാറില്ല. അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന കോഴ്സിൻ്റെ കാര്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യമേ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഇന്നലെ നമുക്ക് CPI ഉണ്ടായിരുന്നു, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ CPIയിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള US പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് വന്നത്. 2.3% ആയിരുന്നു നേരത്തെ വന്ന ന്യൂസ്. ഇപ്പോൾ 2.8%, 2.4% ആണ് ആക്ച്വൽ വന്നത്. 2.1% ആയിരുന്നു ഫോർകാസ്റ്റ്. അപ്പോൾ അത് എക്കണോമിക്കൽ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് മുകളിലോട്ടും യൂറോ USD മുകളിലോട്ടും അതേപോലെ തന്നെ GBP USD മുകളിലോട്ടും JPY താഴോട്ടും പോകും എന്നുള്ളതാണ് എക്കണോമിക്സ്. ഓക്കെ, സോ ഇന്നലത്തെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി കൺഫ്യൂസിങ് മാർക്കറ്റാണ്. ഇന്നലെ നമ്മൾ ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് ഒരൊറ്റ ക്യാൻഡിൽ പോയി മുകളിലോട്ട് പോയിട്ട് തിരിച്ച് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ ഈ ഒരു ക്യാൻഡിൽ ആയിരുന്നു എനിക്ക് തോന്നുന്നു ന്യൂസ് വന്നപ്പോൾ ഒരു ക്യാൻഡിലായിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് H4 ആണ്. അതാണ് എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ നമ്മളുടെ ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് ന്യൂസ് വന്നപ്പോൾ ഉള്ള ക്യാൻഡിൽ, ഗോൾഡിൻ്റെ ന്യൂസ് വന്നപ്പോൾ ഉള്ള ക്യാൻഡിൽ. 3330 നിന്ന് നേരെ മാർക്കറ്റ് 3360 വരെ പോയിട്ട് തിരിച്ചു വരികയും തൊട്ടടുത്ത ക്യാൻഡിൽ 3330 തൊട്ട് താഴെയായിട്ട് ഷാഡോ പോവുകയും 3330 അവിടുന്ന് ഒരു എന്താ പറയുക ഒരു പുതിയ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വൈകുന്നേരം രാത്രി, ഇന്ത്യൻ ടൈമിംഗ് രാത്രിയിലാണെന്ന് തോന്നുന്നു, ഇവിടെ UK ടൈമിംഗ് എനിക്ക് തോന്നുന്നു 7 മണിക്കുള്ള ക്യാൻഡിലാണത്. സോ 7 മണിക്കുള്ള ക്യാൻഡിൽ വന്നിട്ട് 6 മണിക്കുള്ള ക്യാൻഡിലായിരുന്നു. 6 മണിക്കുള്ള ക്യാൻഡിൽ വന്നിട്ട് 3320 ടച്ച് ചെയ്തിട്ട് ഒറ്റയടിക്ക് മുകളിലോട്ട് പോകുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു അല്ലേ. സോ ഇതുകൊണ്ടിട്ടാണ്, അപ്പോൾ ഇങ്ങനൊരു ഫ്ലക്ച്വേഷൻസ് വരുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറയുന്നത്. ഫോർച്ചുനേറ്റ്ലി ഇന്നലെ നമ്മൾ എക്കണോമിക്സ് പ്രകാരം തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു എന്നുള്ളത് അത് റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റ് എന്താ പറയുക, എക്കണോമിക്സ് പ്രകാരം മാർക്കറ്റ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. ഓക്കെ, സാധാരണ ഓപ്പോസിറ്റ് ഒക്കെയാണ് പോകുന്നത്. അതുകൊണ്ടിട്ടാണ് ന്യൂസ് ഡേയ്സിൽ ട്രേഡ് ചെയ്യരുത് എന്ന് ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു പൊളിറ്റിക്കൽ സൈഡ്, പൊളിറ്റിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നല്ല ന്യൂസ് എന്താ വെച്ചാൽ ചൈനയും US തമ്മിലുള്ളൊരു നമ്മുടെ താരിഫിൻ്റെ കാര്യത്തിനകത്തുള്ളൊരു ധാരണ എത്തിയിട്ടുണ്ട്. ഒരു ധാരണ ഫ്രെയിം വർക്ക് വരാൻ പോവുകയാണ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ അതൊരു സോഫ്റ്റ് ലാൻഡിങ്ങിലോട്ട് വരുമോ അതോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സോ ഇതാണ് ഏറ്റവും വലിയൊരു ന്യൂസ്. ചൈന US ആ ഒരു ട്രേഡ് വാർ ആണ് ഏറ്റവും വലിയൊരു ഇൻസിഡൻറ്റ്. കാരണം ഇപ്പം റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ വാർ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഗാസ നമ്മുടെ ഇസ്രായേൽ വാർ, അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ
ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം നടക്കുന്ന കാര്യമാണ്. ഈ വാർ നടക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പ്ലേസിനെ മാത്രമാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ചൈന US വാർ വരുമ്പോൾ അത് വേൾഡിനെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യും എന്നതുകൊണ്ടിട്ടാണ് അതിനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം എന്ന് നമ്മൾ എടുത്ത് പറയുന്നത്. അതിൻ്റെ കൂടെ ഇറാനും US തമ്മിലുള്ള ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. US ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഡിസ്ട്രോയ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അത് എന്തായി തീരും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് ജസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ US മിഡിൽ ഈസ്റ്റിലുള്ള പല അവരുടെ എംബസീസിലുള്ള ആൾക്കാരെയും തിരിച്ചു വിളിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ വന്നാൽ പഴയ ഇറാൻ അല്ല, അവർക്ക് റഷ്യയുടെ സപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ നോർത്ത് കൊറിയ, ഭ്രാന്തന്മാർ ആയിട്ടുള്ള നോർത്ത് കൊറിയയുടെ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ടിട്ട് അത് ഭയങ്കരമായി നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. അവിടുന്ന് എങ്ങാനും ഒരു ന്യൂസ് ഇറാനെ US ആക്രമിച്ചു എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഗോൾഡൊക്കെ പറക്കാനായിട്ടുള്ള പോസിബിലിറ്റി തള്ളിക്കളഞ്ഞുകൂടാ. ഓക്കെ, സോ അതേപോലെ ഉക്രൈൻ റഷ്യ വാർ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ടെൻഷൻസ് ഉറപ്പായിട്ട് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റും ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നുകൂടാ എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെ നമ്മളുടെ മാർക്കറ്റിലെ ബേസിക്കലി ഗോൾഡിൻ്റെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഗോൾഡിലുള്ള സമ്മർദ്ദം കൂടുതൽ ആക്കും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ ടെക്നിക്കലി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ JPYയിലോട്ട് തന്നെ പോവാം. JPY കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 143.69 എന്ന് പറയുന്ന റേഞ്ചിലാണ്. സോ നമ്മൾ എന്താണ് വെയിറ്റ് ഇന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ദിവസമാണ് കേട്ടോ. എല്ലാത്തിനകത്ത് നല്ല ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു തരാനും പറ്റും. ഓക്കെ, അത് നിങ്ങളൊന്ന് നോക്കി കണ്ട് ചെയ്താൽ മതിയാവും എന്നുള്ളതാണ്. കാരണം JPY 144 ബ്രേക്ക് ചെയ്ത് താഴെ പോയി. ഓക്കെ, നമുക്ക് നമ്മുടെ കഴിഞ്ഞ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് 143.93. കഴിഞ്ഞ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് ഓപ്പൺ ആവുന്ന ക്യാൻഡിലായിരുന്നു. അപ്പോൾ 144 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയി എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ 12 മണിക്കുള്ള ഇന്ത്യൻ ടൈമിംഗ് 12:30 ക്യാൻഡിലും 144 താഴെ തന്നെയാണ് എന്നുള്ളതൊരു സൂചനയാണ്. ഓക്കെ, ഒരു സൂചനയാണ് മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ളതിന് കൊണ്ടിട്ട്. വേണമെങ്കിൽ നമുക്ക് 10 മണിക്കുള്ള ക്യാൻഡിൽ, UK ടൈമിംഗ് 10 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് 2:30 ഉള്ള ക്യാൻഡിലും നമുക്ക് 144 താഴെയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു സെൽ എടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. 144.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. 144.70 ഒക്കെ ഒരു പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും എന്നുള്ളതാണ്. എന്താ പറയുക, ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതാണ് JPYയിലുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റി. നേരെ മറിച്ച് JPY താഴോട്ട് പോയി കിട്ടിയാൽ 142 എന്ന് പറയുന്ന ഒരു പ്രോപ്പർ ബൈ പോയിന്റ് ആണ്. 141.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ആണ് JPYയുടെ കേസിൽ. സോ JPYയിൽ സെല്ലും ഉണ്ട് ബൈയും ഉണ്ട്. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി എടുത്തു പോകാം എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ അവരുടെ റേഞ്ചൊക്കെ വിട്ട് 1.1500 മുകളിലായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇത് എത്ര നേരം അവിടെ നിൽക്കും എന്നുള്ളതാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് 1.100. ഈ 1.100 മുകളിലായിട്ടാണ് ഇന്ന് അവസാനിക്കുന്നത്, നാളെ അവസാനിക്കുന്നത്, ഈ വീക്ക് അവസാനിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ, അടുത്ത ആഴ്ച തിങ്കളാഴ്ച രാവിലെ 1.1500 മുകളിലാണ് എങ്കിൽ 1.1500 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയും മാർക്കറ്റ് പിന്നീട് നമ്മൾ നേരത്തെ പറയാറുള്ള ഈ പറയുന്ന 1500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ നിന്നായിരിക്കും ഉണ്ടാവുന്നത്. ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് 1.100 വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. നേരെ മറിച്ച് 10 മണിക്കുള്ള ക്യാൻഡിൽ 1.1500 താഴെ സ്റ്റാർട്ട് ചെയ്താൽ ദാറ്റ് ഇസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് മാർക്കറ്റ് വിൽ ബി ഗോയിങ് ഡൗൺ. സോ അതുകൊണ്ടിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്
യൂറോ നമുക്ക് എന്താ പറയുക, രണ്ട് മാർക്കറ്റ് ഓപ്പണിങ്സിന് 1.15 താഴെ വരുന്നതിനെ കുറിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുക. US മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് 1.15 മുകളിൽ താഴെ ആണ് എങ്കിൽ അവിടുന്ന് ചെറിയൊരു ഒരു ഷോർട്ട് ടേം സെല്ല് എടുക്കുന്നതിനുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഒരു 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക. 1.15 അവിടുന്ന് സെല്ല് എടുക്കുന്ന ആൾക്കാർ 1.156 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസും ഇടുക നിർബന്ധമാണ്. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, GBP USD 1.3575 റേഞ്ചിൽ നിൽക്കുന്നു. എവിടുന്ന് എങ്ങോട്ടാണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ 1.3590 റെസിസ്റ്റ് ചെയ്തു, താഴോട്ട് വന്നു. ഓൾമോസ്റ്റ് 1.3558 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമുക്ക് 10 മണിക്കുള്ള ക്യാൻഡിലും ഈ പറയുന്ന 1.3500 താഴെയാണ് എങ്കിൽ 1.3600 താഴെയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ഒരു സെല്ല് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. നേരെ മറിച്ച് 1.3500 അവിടുന്ന് നമുക്ക് ബൈ ഇൻ ചെയ്യാം. 1.3440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടേണ്ടി വരും എന്നുള്ളത് 100% ആയിട്ട് നമ്മൾ നോക്കി അത് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡിലും നമുക്ക് ഇന്ന് പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നിപ്പം നിൽക്കുന്നത് 3373 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 3380 പക്ഷേ മാർക്കറ്റ് 3390 3400 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം തള്ളിക്കളഞ്ഞൂടെ. കാരണം ഇന്ന് രാവിലെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് 3356 ഓക്കെ, ഈ 56 മുതൽ 80 വരെയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ഡെയിലി ക്യാൻഡിൽ എടുത്താൽ, ഒരു ഡെയിലി ക്യാൻഡിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നിങ്ങൾ നോക്ക്. ഇന്നലത്തെ മൂവ്മെൻറ്റ് 3300 ഷാഡോയും കൂടെ കൂട്ടുമ്പോൾ 3315 ടു 3360. ഓക്കെ, എന്ന് വെച്ചാൽ $45 മൂവ്മെൻ്റാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ തലേന്ന് നോക്കിക്കഴിഞ്ഞാൽ 3301 ടു 3350. ഓക്കെ, അവിടെയും 45 to 50 മൂവ്മെൻ്റാണ് ഉണ്ടായത്. അതിൻ്റെ തലേന്നുള്ള മൂവ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ 3297 കേട്ടോ, 93 ടു 3337 എന്ന് പറഞ്ഞാൽ അവിടെയും ഓൾമോസ്റ്റ് ഒരു $40 to $45 മൂവ്മെൻ്റാണ് കഴിഞ്ഞ 3 ദിവസം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ ഈ ആഴ്ചത്തെ ആവറേജ് മൂവ്മെൻറ്റ് 40-45 റേഞ്ച് ആയതുകൊണ്ടിട്ടും ഇന്ന് നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയതുകൊണ്ടിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മൂവ്മെൻറ്റ് ഒരു $40 to $45 മൂവ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, സോ മാർക്കറ്റ് 10:30 മാർക്കറ്റ് 3380 ബ്രേക്ക് ചെയ്ത് പോയില്ല എങ്കിൽ നമുക്ക് ഏകദേശം ഒന്ന് ഉറപ്പിക്കാം, എന്താണ്, മാർക്കറ്റ് 3380 ക്രോസ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം. ഓക്കെ, ചിലപ്പോൾ US മാർക്കറ്റിൽ ഓപ്പൺ ആവാം. അങ്ങനെ പോയാലും 3400 എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യും. കഴിഞ്ഞ ഹൈ ആയിട്ടുള്ള 3404 405 റേഞ്ച് വരെ മാക്സിമം പോവാം. ഓക്കെ, അവിടുന്ന് വേണമെങ്കിലും നമുക്കൊരു സെല്ലെടുത്ത് ചിലപ്പോൾ മാർക്കറ്റ് ഒരു $40 അങ്ങനെയാണെങ്കിൽ 3340 വരെ പോയാൽ 3400 വരെ പോയാൽ 3355 റേഞ്ചിലോട്ട് മാർക്കറ്റ് തിരിച്ച് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ നമുക്കൊരു സെല്ലെടുക്കാം. ഓക്കെ, 80 വരെ പോകുന്നുള്ളൂ എങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് റീട്രേസ് ചെയ്ത് 3340-35 റേഞ്ചിലോട്ട് മാർക്കറ്റ് പോകാം. ഇതാണ് സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെല്ലെടുക്കുമ്പോൾ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ മിനിമം ലോട്ട് എടുക്കുക, 0.2 ലോട്ടോ 0.3 ലോട്ടോ കൂടുതൽ എടുക്കാതിരിക്കുക. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ബൈ കിട്ടിയാൽ നമുക്ക് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു ലോട്ട് തന്നെ എടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. 3340 3380 താഴോട്ട് വന്ന് 3340 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ബൈ എടുത്ത് മുന്നോട്ട് പോകാം. നേരെ മറിച്ച് 3400 നിന്നാണ് താഴോട്ട് വരുന്നതെങ്കിൽ 3360 സപ്പോർട്ട് ചെയ്യും. 3355-60 റേഞ്ചിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് വേണമെങ്കിലും ബൈ എടുക്കാം. 60 ബൈ എടുക്കുന്ന ആൾക്കാർ ഇന്ന്
പോയ ലോയുടെ താഴെയായിട്ട് 3356 ഇന്നത്തെ ലോ പോയിന്റ്. അതിൻ്റെ താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. 3353 52 റേഞ്ചിൽ വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി. എല്ലാത്തിനകത്ത് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാണ് ഇന്നത്തെ ദിവസം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ 4 ദിവസം എനിക്കറിയാം വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പറഞ്ഞില്ല, 1-2 ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു. അത് പ്രോപ്പറായിട്ട് നടന്നിട്ടുമുണ്ട്. അത് പ്രോപ്പറായിട്ട് അതിനകത്ത് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് പോകാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ട്രേഡിംഗ് ഡേ ആണ്. ഇന്ന് നമുക്ക് പ്രോപ്പർലി ട്രേഡ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു അവസരം മിസ്സാക്കി കളയാതിരിക്കുക. പ്രോപ്പർ ഓപ്പർച്യൂണിറ്റിയാണ്, എടുത്തു പോവുക. ഈ ആഴ്ച നമുക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ എന്നുള്ളതാണ് ഇന്ന് ട്രേഡ് ചെയ്താലുള്ള ഗുണം. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ട്രേഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ചയിലെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. നമ്മളൊരാഴ്ചയിൽ മാക്സിമം പ്രതീക്ഷിക്കാവുന്നത് ഒരു 100 to 120 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, മാർക്കറ്റിൽ ഒരുപാട് മൂവ്മെൻറ്റ്, മാർക്കറ്റിൽ $1000 മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് 100 to 120 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കണം. ഓക്കെ, അത്രയും പ്രോഫിറ്റേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അതായത് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾ $1200 പ്രോഫിറ്റ്, 0.1 ലോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾ $120 പ്രോഫിറ്റ്. ഓക്കെ എന്ന് പറഞ്ഞാൽ പോലും ഒരു മാസമാവുമ്പോൾ ഒരു $4000 ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാളും ഒരു $500 $450 അടുപ്പിച്ച് നമ്മളുടെ 0.1 ലോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ആണ് ഇതിനകത്തുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇന്ന് പ്രോപ്പർ ഓപ്പർച്യൂണിറ്റീസ് ആണ്, മിസ്സാക്കി കളയരുത്, മാർക്കറ്റിൽ നോക്കുക. ഓക്കെ എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു എന്താ പറയുക ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുക, പ്രൊമോട്ട് ചെയ്യുക ഈ ഒരു ക്ലാസ്. അതേപോലെ തന്നെ എന്താ പറയുക, അതിനകത്ത് മിക്ക ആൾക്കാരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മിക്കവരും കാണുന്നത്. സോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ സബ്സ്ക്രിപ്ഷൻ നോക്കാൻ നേരത്ത് വീഡിയോ കണ്ടിട്ടുള്ള പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൊണ്ടിട്ടാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.